ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. സുമിത്. അപ്പം എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ക്രിപ്റ്റോ ബിഗിനേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഡീപ്പിൻ പ്രൊജക്റ്റ്, അതേപോലെ തന്നെ എന്താണ് ടെസ്റ്റ് നെറ്റ്, അതേപോലെ തന്നെ എന്താണ് മെയിൻ നെറ്റ്, അതേപോലെ തന്നെ വേറെ ഏതൊക്കെ ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ടെലിഗ്രാം പ്രൊജക്റ്റുകളിൽ നിന്നാണ് കൂടുതലും വന്നിട്ടുള്ളത്. ടെലിഗ്രാം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ടെലിഗ്രാമിൽ ഒരു ബോട്ട് തരുന്നു. അപ്പോൾ ആ ഒരു ബോട്ടിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് കിട്ടുന്ന കാര്യം മോസ്റ്റ്ലി എല്ലാ ആൾക്കാർക്കും അറിയും. അപ്പോൾ എന്താണ് ഡീപ്പിൻ പ്രൊജക്റ്റ് എന്നാണ് ഒരുപാട് ആൾക്കാരുടെ ഡൗട്ട്. അപ്പോൾ ഡീപ്പിൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഫൈ ആയിക്കോട്ടെ, സെർവർ ആയിക്കോട്ടെ, ഡാറ്റ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും പറയുന്നതാണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ഡീപ്പിനിലേക്ക് ഇത് വരികയാണ്. അപ്പോൾ ഡീപ്പിൻ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള നെറ്റ്വർക്ക് ആയിക്കോട്ടെ, ഡാറ്റ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ആ ഒരു കാര്യങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിന് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ടോക്കൺസ് ഏൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് വഴി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു കമ്പനി ഞാൻ നടത്തുന്നുണ്ട്, ഞാനൊരു ഡീപ്പിൻ കമ്പനി എന്ന് വയ്ക്കാം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ നല്ലൊരു നെറ്റ്വർക്ക് കണക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം, ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ എൻ്റെ കമ്പനിയിൽ വേണം. അപ്പോൾ ഞാനൊന്ന് ആലോചിക്കുകയാണ്, ഒരു സാധാരണ ഒരു മുറിയൊക്കെ എടുത്തിട്ട് കുറച്ച് ആൾക്കാരിന് ഇതിൽ കയറ്റി അങ്ങനെ കുറച്ച് നെറ്റ്വർക്കും അങ്ങനെയുള്ള അവരുടെ ഡാറ്റയും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കമ്പനി ബിൽഡ് ചെയ്യാമെന്ന് വെച്ചാൽ അതെനിക്ക് വളരെയധികം ചിലവ് കൂടിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ലോകത്തുള്ള ആൾക്കാരുടെ നെറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് നടത്താം, അല്ലെങ്കിൽ എൻ്റെ കമ്പനി നടത്താം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു കമ്പനി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊരാൾക്കാർക്കും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അവരൊരു ഓപ്പൺ പ്ലാറ്റ്ഫോം ആയിട്ട് വിടുകയാണ്. അപ്പോൾ ഓപ്പൺ പ്ലാറ്റ്ഫോം ആയിട്ട് വിടുമ്പോൾ നമ്മളാണ് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ഇതിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്? നമ്മുടെ നെറ്റാണ് ഇതിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റൊക്കെ ഇവൻ്റെ കമ്പനി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മളതിൽ ആരാണ്? നമ്മളൊരു എംപ്ലോയി ആണ്. അപ്പോൾ ആ ഒരു എംപ്ലോയിക്ക് ഈ ഒരു കമ്പനി നല്ല രീതിയിൽ തന്നെ നല്ല വളർച്ച എത്തി, ഇല്ലെങ്കിൽ അവരുടെ കമ്പനിയൊക്കെ ഫുള്ളായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് സാലറി ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ സാലറി ആയിട്ട് കിട്ടുന്നതാണ് നമുക്കിവിടെ ഡീപ്പിൻ പ്രൊജക്റ്റിൻ്റെ ക്രിപ്റ്റോ എയർ ഡ്രോപ്പ്, ഇല്ലെങ്കിൽ അവരുടെ ടോക്കൺ എന്ന് പറയുന്ന കുറച്ച് ചെറിയൊരു ശതമാനം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യം മനസ്സിലായില്ലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുകയാണ്, ഞാനൊരു ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനി തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ ഇത് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, ഞാനൊരു ബ്ലോക്ക് ചെയിൻ ബിൽഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ ഓരോ ട്രാൻസാക്ഷനും എനിക്ക് ടെസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ അതിൽ എന്തൊക്കെ നെറ്റ്വർക്കാണ് വർക്ക് ആവുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റിംഗ് ഫേസിന് വേണ്ടി ഒരു കമ്പനി ബിൽഡ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളിലേക്ക് തരികയാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഇപ്പോൾ പൈസൻ്റെ ഇടപാടുകളാണ്. അപ്പോൾ നമ്മളിവിടെ റിയൽ മണി ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള മണി, ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോ ഇതിലായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസിയിലായിക്കോട്ടെ, ഒരു വാല്യൂ ഇല്ലാത്ത കുറച്ച് അതേപോലെയുള്ള ഫേക്ക് കോയിൻസ് നമ്മൾ യൂസ് ചെയ്യാം. അതാണ് ഫോസെറ്റിലൊക്കെ നമ്മൾ ക്ലെയിം ചെയ്തെടുക്കുന്ന ഓരോ USDT ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു ETH ആയിക്കോട്ടെ, ബിറ്റ് കോയിൻ ആയിക്കോട്ടെ, ഏതൊരു കോയിനും ഈ ഒരു ഫോസെറ്റിൽ എടുക്കുന്നതിനൊന്നും ഒരു റിയൽ വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് അത് ടെസ്റ്റ് നെറ്റ് കോയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോയിൻ ഉപയോഗിച്ചിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യാൻ തന്ന സാധനത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആ ഒരു സാധനം ബിൽഡ് ചെയ്യാറാവുമ്പോൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു എയർ ഡ്രോപ്പിൻ്റെ കാര്യമാണ് ഈ ഒരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അടുത്തത്? മെയിൻ നെറ്റ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നെറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ടെസ്റ്റ് നെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ ഞങ്ങൾക്കിതൊരു പൂർണ്ണമായിട്ട് എത്താറായി, ഞങ്ങൾക്കിത് ഇവിടെ റിയൽ മണി യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ഒരു കമ്പനി തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു കമ്പനി കൊണ്ടുവരുമ്പോൾ അവിടെ റിയൽ മണിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളൊരു കാര്യം കൊണ്ടുവരുന്നതിനാണ് മെയിൻ നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർ ഡ്രോപ്പിലേക്ക് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ടെസ്റ്റ് നെറ്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, മെയിൻ നെറ്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് നെറ്റിൽ നമ്മൾ റിയൽ മണി യൂസ് ചെയ്യുന്നില്ല, മെയിൻ നെറ്റിൽ നമ്മൾ തീർച്ചയായിട്ടും റിയൽ മണി യൂസ് ചെയ്യണം. ആ ഒരു ടെസ്റ്റ് നെറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ഈ ഒരു മെയിൻ നെറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അവരെന്തായാലും കമ്പനി നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ നമുക്കൊരു എയർ ഡ്രോപ്പ് കിട്ടുന്ന ടോക്കൺസിനാണ് ഈ ഒരു ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പും അതേപോലെ തന്നെ മെയിൻ നെറ്റ് എയർ ഡ്രോപ്പും എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഏത് എയർ ഡ്രോപ്പാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ സോഷ്യൽ എയർ ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സോഷ്യൽ എയർ ഡ്രോപ്പിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഗാലക്സി ടാസ്ക്, അതേപോലെ തന്നെ സീലിയ ടാസ്ക്, ലെയർ 3 ടാസ്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സീലിയ ആയിക്കോട്ടെ, ഗാലക്സി ടാസ്ക് ആയിക്കോട്ടെ, ഈ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇവർ എന്ത് ചെയ്യുകയാണ്? സോഷ്യൽ
സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു, നമുക്ക് അവിടെ നിന്ന് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റുന്നു. ആ ഒരു പോയിന്റ്സ് ഏൺ ചെയ്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു കമ്പനിയൊക്കെ സോഷ്യൽ ടാസ്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ബിൽഡായി, ഇല്ലെങ്കിൽ അവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ആ പോയിന്റ്സ് ഒക്കെ നമുക്ക് അവരുടെ ടോക്കൺസ് ആക്കി മാറ്റാൻ പറ്റുന്നതിനാണ് സോഷ്യൽ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മളവിടെ പറയാൻ പോകുന്നത് ലാസ്റ്റ് വണ് NFT ആണ്. NFT എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NFT എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ ഫണ്ടബിൾ ടോക്കൺസ് അല്ലെങ്കിൽ നോൺ ഫഞ്ചബിൾ ടോക്കൺസ് എന്നാണ് അതിന് പറയാം. അപ്പോൾ ഈ ഒരു NFT ഇപ്പം നമ്മൾ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു പൈസ കൊണ്ടുവരാൻ പോവാണ്, ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു NFT ഉണ്ടാക്കുക, ഐഡന്റിറ്റി ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയില്ലേ. ഇപ്പം എൻ്റെ ഒരു വാലറ്റിൽ എനിക്കൊരു NFT ഉണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ട് ആരാണ് ഉത്തരവാദി, ഇല്ലെങ്കിൽ ഉത്തരവാദി എന്നല്ല, ആരുടെയാണ് സ്വന്തം, എൻ്റെ മാത്രമാണ് സ്വന്തം. അപ്പോൾ ഒരു NFT ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ഒരു റിയൽ വാല്യൂ വരുന്ന ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോക്കൺ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ NFT ഇതിൻ്റെ ബൾക്ക് ഓഫ് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നൊരു ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഒരു ബൾക്ക് എമൗണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുന്ന പോലെ ആ ഒരു NFT നമ്മൾ മേടിച്ച് വെച്ചിട്ട് ഈ ഒരു ടോക്കണിൻ്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് റിയൽ മണിയാക്കി മാറ്റാൻ പറ്റും. അതിന് തന്നെ അവരൊരു NFTക്ക് ചെറിയൊരു ചാർജ് ആക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് നിങ്ങൾ ഗോൾഡ് വാങ്ങാന്നുണ്ടെങ്കിൽ നാളെ അതിന് വാല്യൂ കൂടില്ലേ. അപ്പം നമ്മൾ ഇന്ന് വളരെയധികം വാല്യൂ കൂടുന്നു വെച്ചിട്ടൊക്കെ വാങ്ങും, നാളെ അത് വാല്യൂ കൂടാണ്ടായി എന്ന് പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം, നമുക്ക് തന്നെയാണ് നഷ്ടം. അങ്ങനെയും കുറേ ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താണ് ഡീപ്പിൻ, എന്താണ് ടെസ്റ്റ് നെറ്റ്, എന്താണ് മെയിൻ നെറ്റ്, അതേപോലെ തന്നെ എന്താണ് ടെലിഗ്രാം ബോട്ട്, എന്താണ് സോഷ്യൽ എയർ ഡ്രോപ്പ്, എന്താണ് NFT എയർ ഡ്രോപ്പ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഒരുപാട് ഞാൻ വീഡിയോ വലുതാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ടായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ക്രിപ്റ്റോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അടുത്തൊരു വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തന്നെ ആ ഒരു ഓർഡറിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇടുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആവുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. 2025 ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പൈസ എല്ലാവർക്കും, നമുക്കും നിങ്ങൾക്കും കൂടുതൽ ആൾക്കാർക്കും കിട്ടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആഗ്രഹമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം.